എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് രചന ആദ്യ കൂട്ടൻ മഹേഷിൻ്റെ വീട്ടിലെത്തുകയാണ്. അവിടെ വന്ന് ഭയങ്കര ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പുറകെ ഇഷിതയും പോകുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇഷിതയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. ഇഷിതയും തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷിതയെ തല്ലാൻ കൈ ഓങ്ങുമ്പോൾ ഇഷിത കൈ പിടിച്ച് താത്തിയിട്ട് പറയും, ഇത് ശരിയാകത്തില്ല, എനിക്ക് നിന്നെ തല്ലാൻ അറിയാം, പക്ഷെ നിൻ്റെ മകൻ അറിഞ്ഞാൽ നാണക്കേടാവും. ആദ്യം ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, ആദ്യം തിരിച്ചു വരുമെന്ന് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആദ്യയോട് ഫുഡൊക്കെ കഴിക്കാൻ പറയുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിക്കണമെന്ന് നമ്മുടെ ചിപ്പി പറയുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമേഷും മഹേഷ് ഒരു മൂലയിൽ പോയിരിക്കുന്നു. അപ്പോൾ അച്ഛമ്മ പറയുന്നു, മോനെ നിൻ്റെ ഡാഡിയെ ഒരു പ്രാവശ്യമെങ്കിലും ഡാഡിന്ന് വിളിക്കണം എന്ന് പറയുകയാണ്. അപ്പം അവനിങ്ങനെ ദേഷ്യഭാവത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം മഹേഷ് പറയുന്നു, അമ്മ അതൊന്നും പറയണ്ട, ഏതെങ്കിലും ഒരു കാലത്ത് അവൻ എന്നെ തിരിച്ചറിയുന്ന നിമിഷം വരും, അന്ന് അവൻ ഡാഡിന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വരട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് മഹേഷ് വിഷമത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ അപ്പോഴും നമ്മുടെ ആദിക്ക് വലിയ ഇതൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ രാമൻ പറയുന്നു, മോൻ ഇഷിതയോടുള്ള സ്നേഹമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആദി പറയുന്നു, ഇഷിതാമ്മ നല്ല അമ്മയെന്ന് ഉള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ആദ്യം പറയുന്നത്, എനിക്ക് പോകണം, അമ്മ അല്ലെങ്കിൽ ഇനി വഴക്കുണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ സ്വപ്നവലി പറയും, മോനെ നിൻ്റെ അമ്മ എന്ത് പറഞ്ഞാൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ആ ചെവിയിലൂടെ വിട്ടേക്കണം കേട്ടോ എന്ന് പറയുന്നു. മോനൊന്നും പറയാനൊന്നും പോകണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പം അങ്ങനെ ഇഷിത അകത്തേക്ക് വരികയാണ്. അപ്പം ചിപ്പി ചോദിക്കുന്നത്, മമ്മി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, മമ്മീനെ അങ്ങനെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ, എങ്കിലും ആദിനെ വിടാൻ മമ്മി കാത്തിരിക്കുകയാണ്, ചെല്ലാൻ പറയുന്നു. അങ്ങനെ ആദിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിപ്പിയും പുറകെ സ്വപ്നവല്ലിയും പോകുന്നു. ഞാൻ 4 എണ്ണം പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം മഹേഷ് പറയുന്നു, അമ്മ ഒന്നും പറയണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ കരുതിയേക്കണം, ആദിക്ക് ഇനിയും വരാനുള്ള അവസരം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയണം. അങ്ങനെ താഴേക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ രചനയാണെങ്കിൽ നമ്മുടെ ആദിയുടെ കൈ പിടിച്ച് വലിക്കുക. അപ്പോൾ ആദി കൈ തട്ടി മാറ്റും, ഞാൻ വരുമല്ലോ, ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേന് സ്വപ്നവല്ലിയും വരും. അങ്ങനെ സ്വപ്നവല്ലി കുറേ കഥകളൊക്കെ പറയുന്നു, രക്തബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകളൊക്കെ പറയുന്നു. അപ്പോൾ രചന പറയുന്നു, നീ ഇതൊക്കെ കേൾപ്പിക്കാനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, വാടാന്ന് പറഞ്ഞ് വീണ്ടും വലിക്കുക. അപ്പോൾ അച്ഛമ്മയുടെ കൈ മുറുകെ പിടിക്കും. പിന്നെ വീണ്ടും വലിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വലിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ വിനോദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അൻസാരി ഇവരെല്ലാം കുറേ ചർച്ചകളൊക്കെ നടത്തുകയാണ്, എങ്ങനെ അവനെ ഇല്ലാതാക്കാം എന്നുള്ളത്. പിന്നീട് നമ്മുടെ മനസ്സുനിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മാധവ് ലയയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം മാളവിക എന്ന ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതേ സമയത്ത് മാളവികനെ അപ്പം നമ്മുടെ മനസ്സിന് പറയും, ഇത് ഇഷിത ഒരിക്കലും അറിയാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മുടെ ആശു ആണെങ്കിൽ ഇതെല്ലാം വിളിച്ച് പറയും. അത് കേട്ടോണ്ട് നമ്മുടെ മനസ്സിന് വരും. പിന്നെ അവിടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. ഇതേ സമയത്താണ് രജനിയുടെ വീട്ടിലാണ് ആദ്യം ഇങ്ങനെ നമ്മുടെ ഇഷിതയുടെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഭയങ്കര കൂളായിരിക്കുന്ന സമയത്താണ് രചനയും ആകാശവും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. വെറുപ്പിക്കുന്ന പറഞ്ഞാൽ അവന് മോശം രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ആകാശ്. അപ്പോൾ ആദ്യം അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ആദിക്ക് രചനയോടുള്ള ഇഷ്ടത്തിന് കുറച്ച് കുറവൊക്കെ വരാൻ തുടങ്ങി. അവന് കുറച്ച് ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. അപ്പോൾ അങ്ങനെ ആദിയോട് നമ്മുടെ ആകാശ് ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ആദി പറഞ്ഞു, അങ്കിൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഡാഡി ആയാൽ ഞാൻ ഡാഡി പറയുന്നതെല്ലാം അനുസരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ കയറിപ്പോയി. ഇത് കേട്ട് ആകാശ് ഭയങ്കര ഞെട്ടിത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശിനെ മാറ്റി നിർത്തിയിട്ട് രചന ആദ്യം ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്